ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമുക്കറിയാം നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് കൂടുതലും നമ്മൾ ചെയ്തിട്ടുള്ള നമ്മൾ സൂപ്പർ ഹീറോ മൂവി കണ്ടൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ കണ്ടൻറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര മോശം തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ എന്നുള്ള ഒരു മൂവിനെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പടത്തിനെ പറ്റി പറഞ്ഞതിന് മുമ്പ് ഞാൻ എടുത്ത് പറയാൻ പോകുകയാണ്. ഒരു ചെറിയൊരു കാര്യം എടുത്ത് പറയുന്നത്, ഈ ഒരു പടം ഇപ്പോഴും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കണ്ടതിന് ശേഷം വന്ന് വീഡിയോ കാണുന്നതായിരിക്കും ബെറ്റർ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ 90-95% ആൾക്കാരും ഈ ഒരു പടം ഓൾമോസ്റ്റ് ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ സ്പോയിലർ കാര്യങ്ങളൊക്കെ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു സ്പോയിലറായിട്ടും കൂടെ ഒന്നും കൂടെ പറയുകയാണ്. അതായത് ഈ നമ്മുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നുള്ള ഈ ഒരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഹോളിവുഡ് എന്ന് പറയാൻ പറ്റത്തില്ല, അതായത് നമ്മുടെ മാർവൽ മൂവീസൊക്കെ എങ്ങനെയാണോ വരുന്നത് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങനൊരു മൂവി വരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ആ ഒരു ഫോർമുല ഇവിടെ വർക്കായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% വർക്കായെന്നുണ്ടെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാർവലിൻ്റെ ഫേസ് 1 ഫേസ് 2 എന്നൊക്കെ പറയുമ്പോൾ, അതായത് അതിനകത്തൊരു പടം കാണുമ്പോൾ അതിനകത്ത് വരുന്ന പല ക്യാരക്ടേഴ്സും വന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് മൂവി എന്താണ് അവരെ എങ്ങോട്ടാണ് ഈ സംഭവങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് ആ ഒരു ഒറ്റ പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ഇത് അങ്ങോട്ടാണ് ഇനി പോകാൻ പോകുന്നത്. പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കൂടെ പല കാര്യങ്ങളും ഒരു ടീസ് ചെയ്യും, നെക്സ്റ്റ് മൂവി ഏതാണെന്നുള്ളൊരു സംഭവങ്ങളൊക്കെ അതെല്ലാം നമ്മുടെ ഈ ഒരു ലോകം എന്നുള്ള ഒരു പടത്തിനകത്ത് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് 100% വർക്കായിട്ടും ഉണ്ട്. അപ്പം ഈ ഒരു സംഭവം, അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അടിപൊളി ക്വാളിറ്റി സിനിമാറ്റിക് യൂണിവേഴ്സ് വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ കല്യാണിയാണ് ഇതിനകത്ത് നമ്മുടെ ലോകയിലെ ചന്ദ്ര എന്നുള്ള ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ കേരളത്തിലുള്ള പല മിത്തുകളും അതേപോലെയുള്ള പല പഴയ പഴങ്കഥകൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ന്യൂ ജെൻ വെർഷനിലുള്ള പല ക്യാരക്ടേഴ്സിനെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊച്ചിലെല്ലാം കണ്ട് വളർന്നിട്ടുള്ള കല്യങ്കാട്ട് നീലി, ചാത്തൻ, മറുത എന്നൊക്കെ ഉള്ള പല കോൺസെപ്റ്റിനെ അവർ ഇവിടെ കൊണ്ടുവന്നിട്ടൊരു മോഡേൺ വേൾഡിൽ ഇത് എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് അവർ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം ഇവിടെയാണ് 100% വർക്കായെന്ന് എടുത്ത് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവങ്ങൾ, അതായത് ഇങ്ങനെയുള്ള പല മിത്തുകളും കോൺസെപ്റ്റുകളൊക്കെ ഇത് ഈ ഒരു രീതിയിലോട്ട് അവർ കൺവേർട്ട് ചെയ്ത സമയത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മോഡേൺ വേൾഡിൽ ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ലോജിക്ക് അവർ പക്കയായിട്ട് ഇതിനകത്തെടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പണ്ടത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു യക്ഷിക്കഥയെന്ന് ആ ഒരു വെള്ള സാരി കോൺസെപ്റ്റിൽ നിന്ന് അവർ മാറ്റി ഭയങ്കര മോഡേൺ രീതിയിൽ ഒരു സൈഫൈ എലമെൻ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ചന്ദ്ര അല്ലെങ്കിൽ നീലി എന്നുള്ളൊരു ക്യാരക്ടറിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മൂവി തന്നെയാണ് നമുക്ക് പാർട്ട് 1 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 4 പടം കൂടെ അതിൻ്റെ പുറകെ വരുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് 100% കൺഫേം ആയിട്ടുണ്ട്. അപ്പം ഈ ഫസ്റ്റ് പാർട്ട്, അതായത് ചന്ദ്ര എന്നുള്ള ഈ ഒരു പാർട്ട് കണ്ടിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം നെക്സ്റ്റ് പടം എന്താണ് വരാൻ പോകുന്നതെന്ന് അവർ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലെടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഇനി വരാൻ സാധ്യതയുണ്ട്, അതേപോലെ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ട്. അങ്ങനെ പല ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇതിൽ തന്നെ ഓൾമോസ്റ്റ് കൺഫേം ചെയ്തും തന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പടം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ ആയിരിക്കും. നമ്മുടെ ചാത്തനെ ബേസ് ചെയ്തിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാത്തനായിട്ട് വരാൻ പോകുന്നത് വേറെ ആരുമില്ല, നമ്മുടെ ടോവിനോ തന്നെയാണ്. അപ്പം ടോവിനോയ്ക്ക് ഏകദേശം പക്കായിട്ട് ചേരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ പല മൂവീസിനകത്തും പലതരം ചാത്തൻ വേർഷൻസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ നമ്മുടെ ടോവിനോടെ ഈ ഒരു ചാത്തൻ വേർഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, പടം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അതായത് ഒരു വെറൈറ്റി ടൈപ്പ് ഒരു മജീഷ്യനും അതേപോലെ തന്നെ വിയേർഡായിട്ടുള്ള ഒരു ആൻറ്റി ഹീറോ ടൈപ്പ് ക്യാരക്ടറായിട്ടുള്ള ഒരു ചാത്തനെയാണ് നമുക്കിപ്പം നമ്മുടെ ഈ ഒരു ലോക സിനിമാറ്റിക് യൂണിവേഴ്സിൽ കൂടെ കിട്ടിയിട്ടുള്ളത്. അപ്പം പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഞാൻ എന്തായാലും പറഞ്ഞു ഒന്നും കൂടെ സ്പോയിൽ ചെയ്യുന്നില്ല. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു കണക്കിൽ അത്രയും ചാത്തന്മാരൊക്കെ വരും, അതൊരു സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് വൻ ഹൈപ്പ് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് പല ഇൻഡസ്ട്രിക്കാരും ഇത് കോപ്പിയാണ്, പല മൂവീസിനും കോപ്പിയാണെന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഞാൻ കേട്ടായിരുന്നു. അതിലൊത്തോട്ടും കൂടുതൽ പോകുന്നില്ല. അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് അടിപൊളിയായിട്ട് മാറട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ എന്തായാലും നമുക്ക് വരുന്ന മൂവീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ദുൽഖർ ഇതിനകത്ത് ഒടിയൻ എന്നുള്ളൊരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒടിയനെ കണ്ടിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് ഒരു വേറെ നിഞ്ച സ്റ്റൈൽ വാറിയർ ആയിട്ടുള്ള ഒരു ഒടിയൻ വേർഷനിലാണ് നമ്മുടെ ദുൽഖറിനകത്ത് ഇനി ഫ്യൂച്ചറിൽ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ ടീം, അതായത് നമ്മുടെ ലോക എന്നുള്ള ഈ ഒരു പടത്തിൻ്റെ പ്രൊഡക്ഷൻ ടീമിൻ്റെ പല ഇൻ്റർവ്യൂസൊക്കെ ഞാൻ എടുത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 5 പടത്തിൻ്റെയും ഒരു മെയിൻ പ്ലോട്ട് അവരുടെ കയ്യിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇരിക്കുകയാണ്. ഇനി അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം മതി. അപ്പം ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു യൂണിവേഴ്സിലെ ഏറ്റവും ചെറിയ ക്യാരക്ടറാണ് നമ്മുടെ ചന്ദ്ര അഥവാ നീലി എന്നുള്ള ക്യാരക്ടറിൽ നിന്ന് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ക്യാരക്ടേഴ്സ് ഓൾമോസ്റ്റ് കൺഫേം ആയ 2 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാത്തനും ഒടിയനും തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് ചാത്തന്മാരും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഇതിനകത്ത് കാണിച്ചിട്ടില്ലാത്ത പല ക്യാരക്ടേഴ്സിനെയും നമുക്ക് നെക്സ്റ്റ് മൂവിക്കകത്തൊക്കെ കാണാൻ പറ്റുമെന്ന് ഒരു ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓൾറെഡി ഞാൻ നല്ല രീതിക്ക് ഹൈപ്പാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ലോക സിനിമാറ്റിക് യൂണിവേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ കൂടുതൽ നമ്മുടെ ലോക റിലേറ്റഡ് കാര്യങ്ങളൊക്കെ
നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും നമ്മൾ ഫ്യൂച്ചറിൽ ഈ നമ്മുടെ മാർവൽ DC ഒക്കെ കൊണ്ടുപോകുന്ന പോലെ ഈ ഒരു അപ്ഡേറ്റ്സും കൂടെ നമ്മുടെ ചാനലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനപ്പോൾ ഇതിലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ഗൈസ്.